ഹലോ, ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് പറ്റിയ ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുവിധം എല്ലാവർക്കും അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്താൽ മതി കേട്ടോ. എൻ്റെ അടുത്ത് ചെറുതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൈസിലെടുത്തത്. ഏറ്റവും ചെറുതുള്ള ഒന്ന് എടുക്കുക, അല്ലെങ്കിൽ വലുതാണെങ്കിൽ പകുതി എടുത്താൽ മതി. തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെയുള്ള സ്ക്രാപ്പർ നിങ്ങളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാപ്പറിൽ തന്നെ സ്ക്രാപ്പ് ചെയ്തെടുക്കുക. ഇനി ഇതുപോലത്തെ സ്ക്രാപ്പർ നിങ്ങളെടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ നൈസായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഫുള്ള് എടുത്തിട്ടില്ല, പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കൈകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നീര് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. പക്ഷേ മിക്സിയുടെ ജാറിലിട്ടിട്ട് നിങ്ങൾ വെള്ളമില്ലാണ്ട് അടിക്കുന്ന സമയത്ത് ഒരു അരിപ്പയിൽ കൂടി നിങ്ങളൊരു സ്പൂൺ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് അതിൻ്റെ നീരെടുക്കണം. അപ്പോൾ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ സ്ക്രാപ്പർ തന്നെ എടുക്കാൻ ഞാൻ പറഞ്ഞത്. ഇനി വേണ്ടത് 1 ടീസ്പൂണോളം അരിപ്പൊടിയാണ്. അരിപ്പൊടി എന്ന് പറയുന്നത് ഒട്ടും തന്നെ തരിതരിപ്പില്ലാത്ത നല്ല ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടി എടുക്കുക. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം കടലമാവാണ്. പിന്നെ വേണ്ടത് 1 ടീസ്പൂണോളം തൈര്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മാജിക്കൽ ഫേസ് പാക്കാണ്. നിങ്ങളുടെ മുഖത്തിലുള്ള സൺ ടാൻ എല്ലാം കംപ്ലീറ്റ് മാറാനും ഒറ്റ ഉപയോഗത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗ്ലോ കിട്ടാനും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങൾക്ക് പെട്ടെന്നൊരു പാർട്ടിയോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ടെങ്കിൽ മുഖം ഡള്ളായിട്ടുള്ളതെങ്കിൽ ഒരു തിളക്കം വരുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഇത് നല്ല, അതായത് ഭയങ്കര ലൂസായിട്ടും കട്ടിയായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ലാണ്ട് ഒത്തൊരു കൺസിസ്റ്റൻസിയിൽ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങളിത് ഫേസിൽ അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ് വെക്കണം. ഇനി നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 25 മിനിറ്റെങ്കിലും വെക്കുക. നന്നായി ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു പരുവാകുന്ന സമയത്ത് നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി കേട്ടോ. ഇനി ഭയങ്കര ലൂസായി പോയിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി പൊടികൾ ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ ഫേസിലേക്കോ നെക്കിലേക്ക് അതുപോലെ കൈ കാല് ഇവിടെയെല്ലാം നിങ്ങൾക്ക് ടാന് മാറാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുക. ചിലരുടെ കഴുത്തിലെല്ലാം നല്ല കറുപ്പ് നിറം ഉണ്ടാവും. ആ ഒരു കറുപ്പെല്ലാം മാറി നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണിത്. പിന്നെ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യുക. പക്ഷേ ഡെയിലി യൂസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, അരിപ്പൊടിയിൽ ഒട്ടും തന്നെ തരിതരിപ്പ് ഉണ്ടാവാൻ പാടില്ല. ഈ ഡെയിലി യൂസ് ചെയ്യുന്നവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യം കുറച്ച് തരിതരിപ്പുള്ള അരിപ്പൊടി തന്നെ യൂസ് ചെയ്തിട്ട് സ്ക്രബ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. പക്ഷേ അത് ഡെയിലി യൂസ് ചെയ്യരുത്. ഇത് ഇതേപോലെ ഫേസിലേക്ക് 2 മിനിറ്റ് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, ഒന്നെങ്കിൽ ഡ്രൈ ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 20-25 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ഇത് കഴുകുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരൊറ്റ യൂസിൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. ട്രൈ ചെയ്യുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഫസ്റ്റ് ഉപയോഗത്തിൽ കിട്ടുന്ന ഈ ഒരു റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല. അതൊരു 24 അവേഴ്സ് മാത്രമേ കിട്ടൂ. നിങ്ങൾക്ക് ഇത് റിസൾട്ട് പെർമനൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത് ഒരു തരിതരിപ്പുള്ള അരിപ്പൊടി ഇട്ടിട്ട് സ്ക്രബ് ഇട്ടിട്ടുള്ള രൂപത്തിൽ നിങ്ങൾ ചെയ്യുക. ഇങ്ങനെയെല്ലാം സ്കിൻ കെയർ ചെയ്യാൻ ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയിട്ടും വലിയ ക്രീമുകൾ വാങ്ങിയിട്ടൊന്നും തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ മുഖം നല്ല നാച്ചുറൽ ഗ്ലോ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സഹായിക്കും. നമ്മളെ ചർമ്മം തിളങ്ങാനും ചെറുപ്പം നിലനിർത്താനും എല്ലാം സഹായിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.